അല്ല പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. നിങ്ങൾ എന്താ എത്ര ചോദ്യം ചോദിച്ചു? എന്താ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ്? എന്താ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇവിടെ കുത്തക വരും. ആരുടെ? MSCയുടെ കുത്തക വരും. അവിടെ കുത്തക വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ ആ കൺസെഷൻ എഗ്രിമെന്റിലുണ്ട്. 5(8) ഉണ്ട്. ഇവിടെ കോമൺ യൂസർ ഫെസിലിറ്റി വേണം, മോണോപ്പൊളി പാടില്ല എന്നാണ്. കോമൺ യൂസർ ഫെസിലിറ്റി വേണം. നമ്മുടെ കൺസെഷൻ എഗ്രിമെന്റിൽ അത് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ആ ക്ലോസ് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിന് വിഘാതം എന്തെങ്കിലും ഉണ്ടോ, നമ്മളിതിന് അനുമതി കൊടുത്താൽ ഒന്ന് പരിശോധിച്ച് കൃത്യമായി പരിശോധിച്ചിട്ടേ തീരുമാനം എടുക്കുകയുള്ളൂ. പിന്നെ ഞങ്ങൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എടുക്കാൻ പോണ തീരുമാനം ഇതായിരിക്കും, ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കും എടുക്കാൻ പോകണമെന്നൊക്കെ നിങ്ങൾ ഊഹത്തിൽ വാർത്ത കൊടുത്തു. അതാണ് അജിത് കുമാറിൻ്റെ കേസിൽ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഒരു റൈറ്റ് ഉണ്ട്, മനസ്സിലായ? നിങ്ങൾ റിപ്പോർട്ടർമാരോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ ഇക്കാര്യത്തിൽ എല്ലാ തീരുമാനം ഞങ്ങളല്ലേ തീരുമാനം, ഞങ്ങളെല്ലാം ഞങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ശരിയാണെങ്കിലും പറയുമല്ലോ നിങ്ങൾ തെറ്റാണെന്ന്. അതൊക്കെ പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ അവകാശം. തീരുമാനം ഇതാണ് സർക്കാർ എടുക്കാൻ പോകുന്നത്, ഇങ്ങനെ തീരുമാനം എടുക്കാം സർക്കാർ പോവാണെന്നൊന്നും നിങ്ങൾ പറയല്ലേ. അതിനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്ക് താ ദേവി. ഇല്ല, അതൊക്കെ അവർക്ക് അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ കൃത്യമായ മറുപടി കിട്ടുന്നുണ്ടല്ലോ. വിഴിഞ്ഞത്തെ MD മാറ്റിയത് എന്തിന്? മാറ്റിയതുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് ഏറ്റവും സീനിയർ ആയിട്ടുള്ള CPM നേതാക്കന്മാർ പറഞ്ഞില്ലേ? വിഴിഞ്ഞത്തിൽ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് സീനിയർ CPM നേതാക്കന്മാർ തന്നെ പറഞ്ഞില്ലേ? ഇപ്പം എന്താ അവസാനം പഴയ നിയമമന്ത്രി പറഞ്ഞത് ഓഹരി കൈമാറുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന്. പിന്നെന്താ കുഴപ്പം? ഇപ്പം മാറ്റി. പക്ഷെ അതിനൊന്നും നിങ്ങൾ ടേൺ എന്ന് പറഞ്ഞില്ല. എങ്ങനെ? നോക്കാം, നമുക്കത് പരിശോധിക്കാം. വേണ്ട, നോക്കാം, അത് നമ്മൾ നോക്കാം, നമുക്ക് ആലോചിക്കാം. സർക്കാരിനെ കൊണ്ട് സാധ്യമായതെല്ലാം അത്തരം കാര്യങ്ങളിൽ ഉറപ്പാട് ചെയ്യും. Many states are thinking of opening up the entire state to 3:30 a.m. in the morning. What is Kerala going to do? Can we expect something? Wait. ആരാ? സംഘടനാപരമായ തീരുമാനമല്ലേ. ആദ്യം നിങ്ങൾ അവരോട് പറഞ്ഞു ആ പ്രതിപക്ഷ ഉപനേതാവിനെ തീരുമാനിക്കാൻ പറ. അതിൻ്റെ ഞങ്ങൾ KPC പ്രസിഡന്റിനെ തീരുമാനിക്കാം. അതൊന്നും ഞങ്ങൾ നോക്കിയിരിക്കുക ആരാ പ്രതിപക്ഷ ഉപനേതാവ് എന്ന്. അല്ലല്ല, അത് ചെയ്യും. അല്ലല്ല, അതുപോലെ എന്താ കുഴപ്പം? മന്ത്രിയായ എന്താ കുഴപ്പം? അല്ല, അവിടെ ആവാം, അത് കുഴപ്പമില്ല. ഇടയ്ക്ക് ആ ചോദ്യം കൂടിയൊക്കെ ഒന്ന് ചോദിക്കേ. അത് ചോദിക്കൂലല്ലോ, ആകെ ചോദിക്കാമല്ലോ. അല്ല, അത് ഞങ്ങളുടെ സംഘടനാപരമായ കാര്യമല്ലേ, അതെനിക്ക് കൈരളിയോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളുടെ സംഘടനാപരമായ കാര്യം ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, KPC പ്രസിഡന്റ് എപ്പോഴാണ് തീരുമാനിക്കുന്നത്, ആരായിരിക്കും KPCC പ്രസിഡന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ആ ചോദ്യം ശരിയല്ലല്ലോ. ആ ചോദ്യത്തിന് ഒരു ഇംപ്രോപ്പറൈറ്റി ഉണ്ട്. ഞാൻ അതിനെ ആൻസർ ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് അത് വിവാദമാക്കാനാണ് ഞാൻ എന്തെങ്കിലും ആൻസർ ചെയ്തിട്ട് ഞാനതിലൊന്നും വീഴില്ല. അത്രയും ചോദ്യങ്ങൾ എനിക്ക് പരാതിയൊന്നും കിട്ടിയിട്ടില്ല. ഞാനും ആ വാർത്ത വായിക്കുന്നുണ്ട്. കംപ്ലൈന്റ് വന്നാൽ അപ്പോൾ നമുക്ക് നോക്കാം. പരാതി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ആലോചിക്കാം. നമ്മുടെ മുമ്പിൽ പരാതിയില്ല. അത് വന്നിട്ടുണ്ടെങ്കിൽ അവർ പോലീസ് പരിശോധിച്ച് വേണ്ടത് ചെയ്യും. ഒരു ആക്ഷേപം വന്നു കഴിഞ്ഞാൽ പോലീസ് പരിശോധിച്ച് ചെയ്യും. അല്ല, അത് വാർത്തകൾ ഇങ്ങനെ വരുമല്ലേ, നിങ്ങൾ കുറച്ചുകൂടി കൊണ്ടുപോവാ പുറത്തേക്ക്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ പറയണേ. 8 ലക്ഷം 10 ലക്ഷം 15 ലക്ഷം ഒക്കെ അല്ലേ പറയല്ല. അതിലൊക്കെ കയറി നമ്മൾ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ പുറത്തു കൊണ്ടുപോവാ.
കുറച്ചുകൂടി അങ്ങോട്ട് ഈ മൈക്രോസ്കോപ്പിക് ലെൻസ് കുറച്ച് അങ്ങോട്ടൊക്കെ ഒന്ന് ആ CPM അവിടെ കുറച്ച് ഇപ്പുറത്തൊക്കെ ഒന്ന് വെക്കി, ഇങ്ങോട്ട് മാത്രം വെച്ചുകൊണ്ടിരിക്കല്ലേ. വാടക ഏത് വാടക കരാർ? അത് നീട്ടുവാണെങ്കിൽ അപ്പം അറിയിക്കാം, നീട്ടുവാണെങ്കിൽ അപ്പം അറിയിക്കാം, നീട്ടുവാണെങ്കിൽ അപ്പം അറിയിക്കാന്നേ, നീട്ടുവാണെങ്കിൽ അപ്പം അറിയിക്കുക, കരാർ ക്യാൻസൽ ചെയ്ത് അപ്പം അറിയിക്കാം, പോരെ? ആ അല്ല പോരെ, അല്ല അത് പോരെ, ഞാൻ പറഞ്ഞിട്ടില്ല. വരട്ടെ, അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ഇവിടെ ഇരുന്നിട്ട് അത് മുൻ ആരോഗ്യമന്ത്രിയെ കൂടി നടപടികൾ കൂടി അന്വേഷിക്കുമെന്ന് പറയാമോ? ഞാനങ്ങനെ പറയാമോ? ഞാനല്ലല്ലോ അത് തീരുമാനിക്കേണ്ടത്. പരാതി വന്നാൽ പോലീസ് അന്വേഷിച്ച് ആ കാര്യം തീരുമാനിക്കും. ആരെല്ലാമാണ് അതിൻ്റെ അകത്ത് ഇൻവോൾവ്, അവിടെ ഒരു അഴിമതി നടന്നിട്ടുണ്ടോ, തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, ആരാണ് അത് നടത്തിയത്, പ്രൊസീജിയർ ലാപ്സ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന് അവർ പരിശോധിക്കട്ടെ. അല്ലാതെ ഈ അന്വേഷണം നടക്കുന്ന കാര്യത്തിൽ തീരുമാനം എന്നെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കല്ലേ. നിങ്ങൾ എന്തൊക്കെ ചോദിക്കണേ, എന്തായി ചോദിക്കുന്നത്? I don't know. I will examine whether the police has received some complaints or not. I will check. I don't know. BJP is talking about a corruption-free, and they have been saying again and again that both the LDF and UDF is corrupt. But at that time, such allegations are coming. What do you have to say on that? Let us check what is happening there. And CM, can you also brief us the cabinet briefings in English, please? ഒരു നിയമനങ്ങളിലും പരിഗണിക്കപ്പെടുന്നില്ല. അപ്പൊ ഇനിയുള്ള നിയമനങ്ങൾക്ക് Cabinet briefings in English, the cabinet decisions in English, the high-speed rail. High-speed rail, the DMRL, Delhi Metro Rail Corporation, has submitted a project before the government. The government appointed a expert committee, including environment, railway and financial expert. They submitted a report before the government today. They are recommending that the report submitted by the DMRL is incomplete. There was no environment impact study. One thing. Second, there is no economic model in this project. And they have not studied about the viability and feasibility of the project. Fourth, only passenger services are included in the proposal. When the government declared a policy to develop various ports and airports, the connectivity and logistics is very important. There is no mention about the logistics in this proposal. So this is an incomplete proposal. Government themselves have to examine various factors. Before preparing a DPR, government should not go for land acquisition and freezing of the land and other proceedings. So before preparing the DPR, the government has to examine various factors, the financial viability, the environment impact, and number of passengers, number of possible passengers, and the possibility for the logistics. All these factors should be examined. Then only, if the government satisfied with all these facts, then only the government can direct the DMRL for preparing a detailed project report. This is the recommendation. Okay? Madi? Dura nero. തുടങ്ങിയപ്പോഴാണ് വീഡിയോ